ലവിനെക്കുറിച്ചൊക്കെ നല്ല മെസ്സേജ് തരുന്നുണ്ട്. ഒത്തിരി പടം കണ്ടുകൊണ്ടിരിക്കാം, വേറെ വിഷയമൊന്നുമില്ല. ചെറിയ ചെറിയ വിഷയം, അതേ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വലിയ നടന്മാരാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ഇതൊരു ആവറേജ് ഹിറ്റാവേണ്ട സിനിമയായിരുന്നു. കാരണം ഇതൊരു ചെറിയ ചെറിയ പോരായ്മകളേ ഉള്ളൂ ഈ സിനിമയിൽ. അല്ല നമ്മളിപ്പോൾ ഞാനും വിചാരിച്ചിട്ട്, ഞാൻ ട്രെയിലർ കണ്ടിട്ട് വന്നപ്പോൾ തീരെ കാണാൻ പറ്റാത്തൊരു സിനിമയായിരിക്കും അങ്ങനെ പക്ഷെ അങ്ങനെ ഇല്ല. പ്രണയത്തിന് എന്തോ മാറ്റി വെച്ചിരിക്കുന്നു, അറിയത്തില്ല എനിക്ക്. പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും അതൊക്കെ ഫുള്ള് പ്രണയത്തിനെ എതിർക്കുന്നതും അത് ആ സിനിമ കാണുമ്പോൾ നമ്മൾ അതിനെ അങ്ങ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കണ്ടിരിക്കാം, ഒരു മെസ്സേജ് ഇല്ല, വേസ്റ്റ് ആണ്, വേസ്റ്റ്. വേസ്റ്റ് പടം ബ്രോ, ഒത്തിരി കൊള്ളത്തില്ല. ലവ് സ്റ്റോറി അങ്ങനെയൊന്നും ഇല്ല, ലവ് സ്റ്റോറിയാണ് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല ബ്രോ. ഒരു മെസ്സേജ് ഇല്ല, വേസ്റ്റ് ആണ്, വേസ്റ്റ് ആണ്. അഭിനയം ഒട്ടും പോലെ. കഥ ബോറ് കഥ. പ്രണയത്തിന് എന്തോ മാറ്റി വെച്ചിരിക്കുന്നു, അറിയത്തില്ല എനിക്ക്. അഭിനയ കാര്യം എല്ലാവരും നല്ലതല്ലോ, പക്ഷെ കഥ അത്ര പോരാ. സിനിമ ഒരുവിധം കൊള്ളാം, ആവറേജ് പടം. ശരിക്കും എന്താണ് പടം പറയാൻ ഉദ്ദേശിച്ചത്? പ്രണയമാണോ? പ്രണയം, കോളേജിൽ നടക്കുന്ന സംഭവങ്ങൾ. അത് തന്നെ എങ്ങനെയുണ്ട്, കണക്റ്റ് ആവുമോ നമുക്ക്? ഒരുവിധം വിചാരിച്ചത്ര പറ്റിയില്ല, നല്ല ഒരുവിധം കൊള്ളാം, കണ്ടിരിക്കാം. ഫുള്ള് പ്രണയം. മെസ്സേജ് പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും അതൊക്കെ തന്നെ. എന്താണ് ഒരു വടക്കൻ പ്രണയം എന്ന് പറഞ്ഞാൽ ഫുൾ പ്രണയം തന്നെയാണ്. ഫുള്ള് പ്രണയത്തിനെ എതിർക്കുന്നതും. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. ഒരു ആവറേജ് പടം, ലോ ആവറേജ്. ഈ ഒരു പടത്തിന് കയറാൻ കാരണം എന്താണ്? നിങ്ങൾ പ്രതീക്ഷയോടെയാണോ? പേരേട്ടനൊക്കെ നല്ല സിനിമയാണെന്ന് വിചാരിച്ച് കയറിയതാ. ചേട്ടന് ഓക്കെ ആണോ പടം? കുഴപ്പമില്ല, കണ്ടിരിക്കുക, അത്ര തന്നെ. വൺ ടൈം മൂവി. പ്രണയത്തിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് പടത്തിൽ, ഫീലിംഗ് കോമഡി കൊണ്ട് ഇടയ്ക്കുണ്ട്. അത് ലവ് വൈസിൻ്റെ ഒരു കാണാനുള്ള ഒരു പടമായിരിക്കും തോന്നുന്നു. കോമഡിയൊക്കെ ഉണ്ട്. അത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് കുറച്ച് കോമഡി ഉള്ളത്. അഭിനയം കുഴപ്പമില്ല, നല്ല രീതിയിൽ ആക്ടിവിറ്റിയെല്ലാം കൊള്ളാം. പടം കണക്റ്റ് ആവും തോന്നുന്നു. ലവ് വൈസിന് എല്ലാം ഭയങ്കര ഇതായിരിക്കും, ഹാപ്പി ആയിരിക്കും പടത്തിൽ. അത്യാവശ്യം ഒരു മെസ്സേജൊക്കെ ഉള്ളൊരു പടമാണ്. കണക്റ്റ് ആവും. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഹ്യൂമറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഹനുമാനായിട്ടൊരു പയ്യൻ വരുന്നുണ്ട്, ആ പയ്യൻ കൊള്ളാം. അതിൻ്റെ ഹ്യൂമർ പോർഷനിൽ നൈസാണ്. ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം എൻജോയബിൾ ആണ്, ഫൺ വാച്ച്. ശരി, അത് ആ സിനിമ കാണുമ്പോൾ നമ്മൾ അതിനെ അങ്ങ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കണ്ടിരിക്കാം, സിനിമ കൊള്ളാം. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ സത്യത്തിൽ വലിയ ഹൈപ്പ് ഇല്ലായിരുന്നു. അത് വെച്ച് പടം കൊള്ളാം. എനിക്ക് ചെറിയൊരു സ്റ്റോറി കുറച്ചും കൂടെ കിടിലമാക്കായിരുന്നു. നല്ല മേക്കിംഗ് ആയാലും ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഒരു സീരിയൽ ലെവൽ അങ്ങനെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ അല്ലാതെ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ആക്ടിങ് ആയാലും കൊള്ളാം, അല്ല ഇപ്പോൾ പടം കൊള്ളാം. പക്ഷേ സ്ക്രീൻ പ്ലേയുടെ ഒരു പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ പടം നല്ല ഇതാണ്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മെസ്സേജ് നല്ല ലവിനെക്കുറിച്ചൊക്കെ നല്ല മെസ്സേജ് തരുന്നുണ്ട്. കാലഘട്ടത്തിൽ ഈ പടത്തിന് പ്രേക്ഷകരെ ഏറ്റെടുക്കാനെന്ന് വെച്ചാൽ സംഭവം ഏറ്റെടുക്കാനുണ്ട്. പക്ഷേ പടം ഇത് എത്രത്തോളം ആൾക്കാർ ഇങ്ങനെ ഒരു പടം ഇറങ്ങി എന്ന് വെച്ചാൽ അറിഞ്ഞുകൂടല്ലോ. കാരണം ഇതിലിപ്പം നടനെ ആയാലും അങ്ങനെ ആർക്കും അറിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ചെയ്തിരുന്നെങ്കിൽ ഈ പടം ചിലപ്പോൾ ഒരു ആവറേജ് ഹിറ്റെങ്കിലും ആവുമായിരുന്നു. ഇതിപ്പോൾ അല്ലാതെ ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒത്തിരി പടം കണ്ടുകൊണ്ടിരിക്കാം, വേറെ വിഷയമൊന്നുമില്ല. ചെറിയ ചെറിയ വിഷയം, അതേ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വലിയ നടന്മാരാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ഇതൊരു ആവറേജ് ഹിറ്റാവേണ്ട സിനിമയായിരുന്നു. കാരണം ഇതൊരു ചെറിയ ചെറിയ പോരായ്മകളേ ഉള്ളൂ ഈ സിനിമയിൽ. അല്ല നമ്മളിപ്പോൾ ഞാനും വിചാരിച്ചിട്ട്, ഞാൻ ട്രെയിലർ കണ്ടിട്ട് വന്നപ്പോൾ തീരെ കാണാൻ പറ്റാത്തൊരു സിനിമയായിരിക്കും അങ്ങനെ പക്ഷെ അങ്ങനെ ഇല്ല. അത് കൺഫ്യൂഷനാണ്. അതിപ്പോൾ ജെന്യുവനായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞ കൺഫ്യൂഷനാണ്. കാരണം ഇതിൻ്റെ റിവ്യൂസ് പോലും ആരും അങ്ങനെ ഇടൂല. പിന്നെ ഈ പടം അങ്ങനെ ഒരു ഹൈപ്പ് എനിക്കൊന്നും ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതാണ് ഒരാൾ നോക്കുമ്പോൾ പടം നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഈ ചില സീൻസൊക്കെ ട്രിം ചെയ്യാൻ തോന്നി. പക്ഷെ എങ്കിലും നമുക്ക് ഒരുവിധം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റണ അങ്ങനെ ഇതാണ്. ഒന്നത് നല്ല മേക്കിംഗ്, മ്യൂസിക് നല്ല കൊള്ളായിരുന്നു.